ഹലോ ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഓൾ. ആദ്യമായി എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. നല്ല രീതിയിൽ ന്യൂ ഇയർ ആഘോഷിക്കുക. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഈ ഒരു വർഷം സ്വാഭാവികമായിട്ടും ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് കലണ്ടർ ഇയറിനേക്കാളും ഉപരി ഫിനാൻഷ്യൽ ഇയറിലാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കാറ്. പക്ഷേ കലണ്ടർ ഇയർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെ ആയതുകൊണ്ട് ഈ ഒരു വർഷം നിഫ്റ്റി എങ്ങനെയാണ് പെർഫോമൻസ് ചെയ്തിട്ടുള്ളത്? ഈ ഒരു വർഷത്തിൽ ഈ വർഷം 2023 ജനുവരിയിൽ 18,000 എന്ന റേഞ്ചിലാണ് നിഫ്റ്റി ഓപ്പൺ ആയിരുന്നത്. അതിൽ നിന്ന് 3,700 പോയിൻറ്റിൻ്റെ റാലി രേഖപ്പെടുത്തി, അഥവാ 20% റാലി രേഖപ്പെടുത്തി 21,731 ഇപ്പോൾ നിഫ്റ്റി ക്ലോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. BSE കമ്പനികളുടെ മാർക്കറ്റ് ക്യാപ്പ് 384 ലക്ഷം കോടി രൂപയാണ്. ഈ ഒരു വർഷം ആദ്യം 250 ലക്ഷം കോടി രൂപയായിരുന്നു. അപ്പോൾ കമ്പനികളുടെ മാർക്കറ്റ് ക്യാപ്പും ഉയർന്നു. നിഫ്റ്റി ഒരു സിംഗിൾ ഇയർ കൊണ്ട് ഒരു വർഷം ഏകദേശം ഒരു 20% റിട്ടേൺ എന്ന് പറയുമ്പോൾ ബാങ്കിൻ്റെക്കാളും ഏകദേശം ഒരു 3 മടങ്ങ് ആണ് റിട്ടേൺ നിഫ്റ്റി നൽകിയിട്ടുള്ളത്. അതുമാത്രമല്ല, സെൻസെക്സും നിഫ്റ്റിയും കഴിഞ്ഞ 8 വർഷം തുടർച്ചയായിട്ട് റിട്ടേൺ നൽകി എന്നുള്ള ഒരു വാർത്തയും കൂടിയുണ്ട്. നമുക്ക് വിശദമായിട്ട് നമ്മുടെ മാർക്കറ്റിലെ ഇന്നത്തെ ന്യൂസിലേക്ക്, ഇന്നത്തെ ഓരോരോ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് നിഫ്റ്റി കൺസോൾഡേറ്റ് ആണ് ഉണ്ടായിരുന്നത്. ആ ഒരു ബോക്സിൽ ഏകദേശം ഒരു 81 പോയിൻറ്റിൻ്റെ ട്രേഡിംഗ് റേഞ്ച് മാത്രം നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തു. 21,728 ട്രേഡിംഗ് അവസാനിപ്പിച്ചു. നിഫ്റ്റി 47 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ്, സെൻസെക്സ് 170 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ്, നിഫ്റ്റി ബാങ്ക് 216 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. എങ്കിലും NSEയിൽ 1,132 കമ്പനീസ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് മുകളിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 988 കമ്പനീസിൽ മാത്രമാണ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത്. നിഫ്റ്റിയിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റാണ്. ഒരു ലയനം സംബന്ധിച്ചുള്ള ന്യൂസ് ഉണ്ട്, അതൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. ടാറ്റ മോട്ടോഴ്സ് 3.5% റിട്ടേൺ ഗെയിൻ. ടാറ്റ ബജാജ് ഓട്ടോ, അദാനി എൻ്റർപ്രൈസസ്, ഐഷർ മോട്ടോഴ്സ് തുടങ്ങിയ കമ്പനീസ് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് പ്രധാനമായിട്ടും BPSCയിൽ, ONGC, SBI, കോൾ ഇന്ത്യ, ഇൻഫോസിസ് തുടങ്ങിയ കമ്പനീസിലാണ്. ഇന്ന് സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബജാജ് ഓട്ടോ, ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു റാലിയിൽ ഓട്ടോ സെക്ടർ ഇന്ന് 1.14% റാലി രേഖപ്പെടുത്തി. ഈ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് റാലി രേഖപ്പെടുത്തിയത് കൊണ്ട് ഇന്ന് FMCG 0.85%, റിയാലിറ്റി മെറ്റൽ, മീഡിയ തുടങ്ങിയ സെക്ടേഴ്സ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് എനർജിയാണ്, 3%. എനർജിയോടൊപ്പം തന്നെ PSUവും IT-യും ബാങ്കും ഫിനാൻഷ്യൽ സർവീസും ഫാർമ സെക്ടറും ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഈ ഒരു വർഷത്തെ ടോപ്പ് പെർഫോമർ നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോർ 100% റിട്ടേൺ, നിഫ്റ്റി 50യിൽ ബജാജ് ഓട്ടോ 89% റിട്ടേൺ, NTPC, L&T, കോൾ ഇന്ത്യ തുടങ്ങിയ കമ്പനീസ് 87, 69, 67% റിട്ടേൺ രേഖപ്പെടുത്തി. PSU ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ REC 254% റിട്ടേൺ, PFC, BHEL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് കമ്പനി, NTPC തുടങ്ങിയ കമ്പനീസ് എല്ലാം തന്നെ 87% മുതൽ 238% വരെയുള്ള റിട്ടേൺ രേഖപ്പെടുത്തി. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് കടക്കാൻ ആദ്യമായിട്ട് ഗോൾഡ് കാണാം. ഏറ്റവും ടോപ്പിൽ $2 ഇന്ന് പെർ ഔൺസിന് ഉയർന്ന് $2,067 പെർ ഔൺസ് എന്ന നിലയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ 83 രൂപ 32 പൈസ. ബ്രന്റ് ഓയിൽ $77.55 പെർ ബാരൽ. ഓസ്ട്രേലിയ റെഡിലാണ്, ചൈന റെഡിലാണ്, നിക്കി റെഡിലടച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ്, ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. ബിറ്റ്കോയിൻ 220 പോയിൻറ്റിൻ്റെ ഫോള്. ഇന്ത്യ വിക്സ് ഇന്ന് 4.5% ഫോള് രേഖപ്പെടുത്തി 14.5 എന്ന നിലയിലാണുള്ളത്. അപ്പോൾ ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇന്ത്യ വിക്സ് ഒരു ചെറിയൊരു ഫോള് നമ്മൾ കാണുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് മാർക്കറ്റ് ഔട്ട്ലുക്കാണ്. വരും ആഴ്ചയിലെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്കറിയാവുന്ന പോലെ കൊച്ചിയിലും കാലിക്കറ്റിലും നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. എന്നാൽ ഓഫ്ലൈൻ ക്ലാസ്സിന് പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. എല്ലാവർക്കും വീണ്ടും ഒരു പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു. താങ്ക് യു. ബൈ ഓൾ.